എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് നമ്മളൊരു ക്രിസ്മസ് പ്ലം കേക്കാണ് ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെയധികം യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ക്രിസ്മസ് പ്ലം കേക്കാണ്. നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതാണ് നമ്മുടെ ക്രിസ്മസ് പ്ലം കേക്ക്, അതുപോലെ തന്നെ വൈന്, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈൻ്റെ റെസിപ്പി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് പ്ലം കേക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. സാധാരണ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ക്രിസ്മസ് പ്ലം കേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സോക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് പ്ലം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിത് വീറ്റ് ഫ്ലോർ കൊണ്ടാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം അതുപോലെ തന്നെ വളരെയധികം ഫ്ലഫിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഒരു പ്ലം കേക്കാണിത്. കണ്ടോ, നല്ല ഒരു ഡാർക്ക് കളർ തന്നെയുണ്ട് നമ്മുടെ ഈ ക്രിസ്മസ് പ്ലം കേക്കിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റും ഫ്ലഫിയും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ. നമ്മളിവിടെ കേക്ക് ചെയ്യുന്നതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുന്നതാണ് ഈ കോൺഫ്ലവർ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറുമാണ്. ഞാനിവിടെ ബേക്കിംഗ് സോഡ 1 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പ്ലം കേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല സ്പൈസസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ് നമ്മുടെ പ്ലം കേക്കിൽ കിട്ടുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്പൈസസ് ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് നട്ട്മഗ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇത്രയുമാണ് ഞാനിവിടെ ഈ സ്പൈസസ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പൊടിച്ചാണ് നമ്മളിപ്പോൾ ഈ കേക്കിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പ്ലം കേക്കിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഏത് തരം ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് പ്ലം കേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസൻസ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിലെ റൈസൻസും ഗോൾഡൻ കളറും എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വൈൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വൈൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് സീഡെല്ലാം കളഞ്ഞ് ഞാനൊരു 250 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് പഞ്ചസാര, ഒരു നാരങ്ങ, ഒരു വലിയ നാരങ്ങയാണ്, നിങ്ങൾക്ക് അതിൻ്റെ ഹാഫ് എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മളിവിടെ കേക്കിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ എല്ലാം മെഷർ ചെയ്തെടുക്കുന്നത്. നിങ്ങളപ്പോൾ ഇങ്ങനൊരു കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചസാര ഒന്ന് കാരാമലൈസ് ചെയ്യാനാണ് പോകുന്നത്. അതിന് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് തീ എപ്പോഴും കുറച്ച് സിമ്മിലിട്ട് വേണം നമ്മൾ കാരാമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ തവി വെച്ച് ഇളക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ കൊണ്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മുടെ ദേഹത്തോട്ട് തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചൂടുവെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നല്ല നോക്കി നമ്മുടെ കരാമൽ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമ്മുടെ പ്ലം കേക്കിന് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ഡേറ്റ്സ്, റൈസൻസ് ഇതെല്ലാം നമുക്ക് ചേർത്ത് നമ്മളിവിടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നത്.
നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഗ്രേറ്റ് ചെയ്തേക്കുന്ന ക്യാരറ്റ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടത്തിൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല വെന്ത് നല്ല ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മിക്സിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചൂടോടുകൂടി നിങ്ങൾ ചേർക്കരുത്. തണുത്ത രീതിയിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഇത് തണുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഈ മിക്സിയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ബാലൻസ് ഉള്ള 1/2 കപ്പ് പഞ്ചസാര, ഇതെല്ലാം കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഈ ചുക്ക് പൊടിച്ചതും കൂടെ നമ്മളിപ്പം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഞാനിപ്പം ഈ പഞ്ചസാരക്കകത്ത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നോക്കി, നമ്മുടെ പഞ്ചസാരയും സ്പൈസസും എല്ലാം നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ എഗ് വൈറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് വൈറ്റ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒത്തിരി ഒന്നും നമ്മൾ മിക്സ് ചെയ്ത് ഒത്തിരി ഹാർഡായിട്ടൊന്നും നമ്മളിത് എഗ് വൈറ്റ് മിക്സ് ചെയ്യരുത്. ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചില ഉപയോഗിച്ച് നല്ല പെതുക്കെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ രീതിയിൽ ഒന്ന് പെതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞ, അതായത് യോക്ക്, നമുക്ക് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമ്മൾ മുട്ടയുടെ മഞ്ഞ 3 മുട്ടയുടെ മഞ്ഞ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മിക്സ്, അതായത് സ്പൈസസും പഞ്ചസാരയും കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1/2 കപ്പ് ഓയിലും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിലൊരു ബീറ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇത് ഹാർഡായിട്ട് മിക്സ് ചെയ്യേണ്ട, വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച് നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാ പൊടിയിലും നന്നായിട്ടൊന്ന് പിടിക്കത്തക്കണം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് ഈ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് മാറിക്കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് അരിച്ച് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിൻ്റെ മഞ്ഞ, അതായത് എഗ് യോക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്പൈസസും എല്ലാം കൂടി അതെല്ലാം കൂടെ നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമുക്കിപ്പം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് വൈനും കൂടെ നമുക്ക് കുറച്ചൊഴിച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഈ സ്പാച്ചുല വെച്ച് തന്നെ ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഒത്തിരി ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്. ഒരു 1 സൈഡിലോട്ട് നമുക്കിത് കുറച്ച് മിക്സ് ചെയ്ത് എടുക്കാം. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. കണ്ടോ, കേക്കിൻ്റെ കളർ കണ്ടോ, ആ ഒരു ബാറ്ററിൻ്റെ കളർ കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത് നമ്മൾ കേക്ക് നന്നായിട്ട് ബേക്കായി വരുമ്പോൾ നല്ല കളറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലിടാവുന്നതാണ്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് അതെല്ലാം ഒന്ന് നല്ല ഒരു ഷേപ്പിൽ നല്ലതായിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഈ പാത്രം ആ ബേക്കിംഗ് ട്രേ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ഈ എയർ ബബിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. നന്നായിട്ട് ഞാൻ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ഈ ആട്ടയായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒന്ന് കുറച്ചുകൂടെ നമ്മുടെ മൈദയെക്കാട്ടിൽ കൂടുതൽ വേവുണ്ട് ആട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റിലൊക്കെ പ്രീ ഹീറ്റ് ചെയ്താൽ മതിയായിരുന്നു മൈദയാണെങ്കിൽ. ഇപ്പം ഞാൻ ഈ ആട്ട ആയതുകൊണ്ട് ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്ക് ഇനി ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവൻ ഇനി വെക്കാം. നമ്മുടെ ഓവനിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് വെന്തം നോക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പ്ലം കേക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് നമുക്ക് ഈ ട്രെയിൽ നിന്നൊന്ന് മാറ്റി നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല കളറുമാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പ്ലം കേക്ക്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് ഇത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.